എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗമുണ്ടാകുന്നത് സാധാരണ ഒരു ബാക്ടീരിയയിൽ നിന്നാണ്. ലെപ്റ്റോസ്പൈറോസ് എന്ന ഒരു ബാക്ടീരിയയാണ് ഇതിന് കാരണക്കാരൻ. ഇതുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എലിയുടെ മൂത്ര വിസർജനത്തിൽ കൂടിയാണ് ഇതുണ്ടാകുന്നത്. എലി നമ്മുടെ പറമ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ ചെറിയ മണ്ണിനകത്തും അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തുമൊക്കെ നമ്മൾ എലി മൂത്രം ഒഴിക്കുമ്പോൾ ആ മൂത്രത്തിൽ എലിപ്പനിയുടെ അണുക്കൾ ഉണ്ടാകും. ആ അണുക്കളും നമ്മളെ ഈ പരിസരത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ ചെരുപ്പൊന്നും ഇടാതെയൊക്കെ ജോലി ചെയ്യുമ്പോഴും വെള്ളത്തിനകത്ത് നമ്മൾ നിൽക്കുമ്പോഴും ഒക്കെ ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിലെ ചെറിയ ചെറിയ കട്ടിൽ കൂടി കയറി, അതായത് ചെറിയ എബ്രഷൻസിൽ കൂടി നമ്മുടെ ശരീരത്തിൽ കയറി അത് ശരീരത്തിൽ മൊത്തം വ്യാപിച്ച് എലിപ്പനി എന്നുള്ള ഒരു രോഗം ഉണ്ടാകും. ഇത് പ്രധാനമായിട്ടുണ്ടാകുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള പനിയാണ്. അതായത് ഹൈ ഗ്രേഡ് ഫീവർ, വളരെ അധികമായി ദേഹത്ത് വേദനയും കണ്ണിനകത്ത് ചുമപ്പും പിന്നെ പേശികൾക്ക് വേദനയും കണ്ണിനകത്ത് രക്തസ്രാവമൊക്കെ മുഖാന്തരമാണ് ഇതുണ്ടാകുന്നത്. ഇത് പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് ആദ്യം തന്നെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു കാരണം, ആവശ്യമില്ലാതെ നമ്മൾ ഒരു കാരണവശാലും മെഡിക്കൽ സ്റ്റോറിലും പോയി മരുന്ന് മേടിക്കാൻ പാടില്ല. ചില മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാഠിന്യം വളരെ കൂടുതലായിട്ട് വരും. ഇതിൻ്റെ പ്രധാനപ്പെട്ട മരണ കാരണം ഏതെങ്കിലും കാരണവശാൽ രക്തസ്രാവം കൊണ്ടുണ്ടാകുന്ന മരണം 1. 2, ഏതെങ്കിലും കാരണവശാൽ ലിവറിനെയോ അല്ലെങ്കിൽ കിഡ്നിയോ ആണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഡയാലിസിസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. സാധാരണ മരണം സംഭവിക്കുന്നത് ബ്ലീഡിങ്ങും റീനൽ ഫെയിലറും കൊണ്ടാണ് ഇതിന് മരണം ഉണ്ടാകുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് തക്കതായിട്ടുള്ള ചികിത്സ നൽകാൻ സാധിക്കും. എസ്പെഷ്യലി പെൻസിലിൻ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ഈ അസുഖത്തിന് പരിപൂർണമായിട്ടുള്ള ചികിത്സാ രീതികൾക്ക് പ്രയോജനപ്പെടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഏർലിയർ ദ ട്രീറ്റ്മെൻറ്റ് ബെറ്റർ ദ പ്രോഗ്നോസിസ്, അതായത് നമ്മൾ ആദ്യമേ ചികിത്സ എടുത്താൽ ഈ രോഗം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾക്ക് ഭേദമാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ രോഗത്തെക്കുറിച്ച് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വരികയോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല അല്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ ചെന്ന് ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി ആണോ എന്നുള്ളത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് മരുന്ന് തന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഈ രോഗം പരിപൂർണമായും നിങ്ങളിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂടെ പരിസര ശുചീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എലികളൊന്നും വളരാതിരിക്കാനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. പിന്നെ നമ്മളുടെ വേസ്റ്റുകൾ ഒക്കെ വലിച്ചെറിഞ്ഞ് ആ സ്ഥലത്തൊക്കെയാണ് സാധാരണ എലികളൊക്കെ വളരുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക. ഇതിൻ്റെ വേസ്റ്റൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾക്ക് മോചനം കിട്ടും.